ട്രംപിനെ പിടിച്ചുകെട്ടാൻ ബ്രിട്ടൻ എന്ന തരത്തിലാണ് വാർത്തകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പ്രചരിക്കുന്നത്. കാരണം പെട്ടെന്ന് ബ്രിട്ടൻ എടുത്ത ഒരു തീരുമാനം അത് നെതന്യാഹുവിനേക്കാൾ ഉപരി ട്രംപിനെ ബാധിക്കും എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഗാസയിൽ കരയാക്രമണം നടത്തിക്കൊണ്ടിരുന്ന നെതന്യാഹു, റിയൽ എസ്റ്റേറ്റുകാരെ പോലും ക്ഷണിച്ച നെതന്യാഹു, അത്തരത്തിൽ ഗാസയെ ഇസ്രയേലിന്റെ ഭാഗമാക്കി വലിയൊരു കൂറ്റൻ നഗരമാക്കാൻ എല്ലാ പദ്ധതികളും അണിയറയിൽ നീക്കിക്കൊണ്ടിരുന്ന നെതന്യാഹു, അതിനൊക്കെ ചുക്കാൻ പിടിച്ചത്, ചരട് വലിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്, എല്ലാവർക്കും അറിയാം. അതിനു മേലെയാണ് ബ്രിട്ടന്റെ അല്ലെങ്കിൽ സ്റ്റാർമറുടെ ഒരു പ്രഖ്യാപനം വന്നത്. ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പലസ്തീനെ ഇതാ സ്വതന്ത്ര രാഷ്ട്രമായി തങ്ങൾ അംഗീകരിക്കുന്നു, പ്രഖ്യാപിക്കുന്നുവെന്ന്. യഥാർത്ഥത്തിൽ പലരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ജയസൂര്യൻ സാറിനോട് ഞാനും ചോദിക്കുന്നത്. അടി ട്രംപിനല്ലേ, അല്ലാതെ നെതന്യാഹുവിനല്ലല്ലോ എന്നുള്ളത്. ഇവിടെ ഈ വിഷയത്തെ നമ്മൾ അതിന്റെ സമഗ്രതയിൽ വേണം കൈകാര്യം ചെയ്യാൻ. ഇതിപ്പോ ട്രംപിന്റെയോ നെതന്യാഹുവിന്റെയോ മാത്രം ഒരു വിഷയമല്ല. ഫലസ്തീൻ എന്ന് പറയുന്നത് അതിനെ ഇതിനകത്തും അംഗീകരിച്ചിട്ടുണ്ട്, അനുകൂലിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ്. അതുപോലെ തന്നെ ലോകത്തെ പല രാജ്യങ്ങളും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഗാസ എന്ന് പറയുന്ന പ്രദേശം ഇനി മുതൽ ഫലസ്തീന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ തർക്ക വിഷയം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, രാജ്യാന്തര തലത്തിൽ ഉള്ള അംഗീകാരം ഫലസ്തീന് നിലനിൽക്കുമ്പോഴും ഇസ്രയേലിന് നിത്യശല്യമായി നിൽക്കുന്ന ഗാസ എന്ന് പറയുന്ന സ്ട്രിപ്പാണ്, മുനമ്പാണ്, ഒരു ചെറിയ പ്രദേശം. ഈ ചെറിയ പ്രദേശം വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഔദാര്യം കൊണ്ട് കുറെ ഫലസ്തീനികൾ അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതായത് വെള്ളം കൊടുക്കുന്നത് ഇസ്രയേലാണ്, ഭക്ഷണം കൊടുക്കുന്ന ഇസ്രയേലാണ്, റോഡ് കൊടുക്കുന്ന ഇസ്രയേലാണ്, വൈദ്യുതി കൊടുക്കുന്ന ഇസ്രയേലാണ്. അങ്ങനെ ഇസ്രയേലിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഒരു ചെറിയ ഭൂവിഭാഗത്തിൽ ഫലസ്തീൻ ജനതയെ കുടിയിരുത്തിയ പ്രദേശമാണ് ഗാസ എന്ന് പറയുന്നത്. പക്ഷെ ആ ഗാസയില് ഹമാസ് തീവ്രവാദികൾ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവിടെ നിന്നുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിന് അനുകൂലമല്ല, എതിരല്ല എന്ത് തന്നെയാണെങ്കിലും ഗസ എന്ന് പറയുന്നത് അവരുടെ ഒരു തലവേദനയാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഇസ്രയേലിനും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു നിലപാട് അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യം ഗസയെ ഇസ്രയേലിന്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി ഫലസ്തീനെ എതിർക്കുന്നു എന്നുള്ളതല്ല, ഫലസ്തീന്റെ ആ ഒരു അവകാശവാദത്തെ എതിർക്കുന്നു. ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ എതിർക്കണമെന്നില്ല. അതാണ് ഇപ്പോൾ നീതു പറഞ്ഞതുപോലെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും ഫലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അവർ വ്യക്തമാക്കാത്തൊരു കാര്യമുണ്ട്, ഈ ബ്രിട്ടനും ഈ കാനഡയും ഒക്കെ വ്യക്തമാക്കാത്തൊരു കാര്യമുണ്ട്. ഫലസ്തീനെ അംഗീകരിക്കുമ്പോൾ ഗസ ഉൾപ്പെടുന്ന ഫലസ്തീനെയാണോ അംഗീകരിക്കുന്നത് അല്ലയോ എന്നുള്ള കാര്യം അവർ ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഇത് അമേരിക്കയുടെയും കാനഡയുടെയും ബ്രിട്ടന്റെയും അടക്കം ഉൾപ്പെടെയുള്ള ഒരു പൊതു അജണ്ടയാണ് എന്ന്. അത് നെതന്യാഹുവിനെ സഹായിക്കാൻ വേണ്ടിയാണ്, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് കാരണമുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിൽക്കുമ്പോൾ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടായില്ല എങ്കിൽ അതൊരു വലിയ ബാധ്യതയായി മാറുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. മറ്റൊരു തരത്തിൽ അത് ഇൻഡയറക്റ്റ് ബാധ്യതയായി മാറുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളുടെ ബിസിനസ്, ഇൻഡസ്ട്രി, അതുപോലെ ഗ്യാസിന്റെ, ഇന്ധനത്തിന്റെ ലഭ്യത, ഇങ്ങനെ പല കാര്യങ്ങളും ഈ പ്രദേശത്തെ സമാധാനവുമായി ബന്ധപ്പെട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ എപ്പോഴും ഈ പ്രശ്നം ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നാൽ, യുദ്ധം തുടർന്നുകൊണ്ടിരുന്നാൽ സുഗമമായിട്ടുള്ള വളർച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്ക അതിലും വലിയ പ്രതിസന്ധിയിലാണ്. ഇവർക്ക് ആർക്കും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യമില്ല. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നിർവാഹമില്ല. കാരണം കയ്യിൽ കാശില്ല. അമേരിക്കയുടെ കയ്യിൽ കാശില്ല, യൂറോപ്പിൽ ആരുടെയും കയ്യിൽ കാശില്ല. തമ്മിൽ പേറും തൊമ്മൻ എന്ന് പറയുന്ന പോലെ കാനഡയ്ക്കാണ് അമേരിക്കയെക്കാൾ ഭേദമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഉള്ളത്. അത് മുഴുവൻ വിദേശികളായിട്ടുള്ള ആൾക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇപ്പൊ ഇന്ത്യ, കേരളം അടക്കം പോകുന്ന ധാരാളം കുട്ടികളുടെ വിദ്യാഭ്യാസ വരുമാനം, തൊഴിൽ വരുമാനം, ഇങ്ങനെയൊക്കെ വിദേശികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നിലപാടാണ് കാനഡയ്ക്കുള്ളത്, സാമ്പത്തിക സ്ഥിതി.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർക്ക് ഒരു തീരാത്ത ബാധ്യതയും തലവേദനയുമായി നിലകൊള്ളുകയാണ് ഈ പ്രശ്നം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ ഇസ്രയേലിനേക്കാൾ വലിയ ആവശ്യം അമേരിക്കയ്ക്കാണ്, യൂറോപ്പിനാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് ഈ വാർത്തകളിൽ നിന്ന് അനുമാനിക്കേണ്ടത്. സർ, അങ്ങനെയാണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ പെട്ടെന്നൊരു തീരുമാനമാണ് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരു കൂടിയാലോചനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ബ്രിട്ടൻ ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നറിയില്ല. നെതന്യാഹു ഉടൻ തന്നെ അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് തൽക്കാലം അതിന്റെ ആവശ്യമില്ല എന്നും ആലോചിച്ചതിനു ശേഷം തുടർ നടപടികൾ എടുക്കാമെന്നും ഒക്കെ പറഞ്ഞുവെന്നാണ്. അപ്പോൾ ഇസ്രയേൽ അറിഞ്ഞുകൊണ്ടാണ് ബ്രിട്ടനോ അല്ലെങ്കിൽ കാനഡയോ ഓസ്ട്രേലിയയോ അടങ്ങുന്ന 10ഓളം രാജ്യങ്ങൾ ഇത്തരത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എന്ന് പറയാൻ സാധിക്കുമോ? ചിലപ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഡീൽ നടന്നിട്ടുണ്ടാവും. അതായത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് ഞങ്ങളെല്ലാം അംഗീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രമുഖമായിട്ടുള്ള 10 രാജ്യങ്ങൾ ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് എനിക്ക് തോന്നുന്നില്ല അത് ഇസ്രയേലിന് എതിരായ നിലപാടാണ് എന്ന്. ഇസ്രയേലുമായി, നെതന്യാഹുവുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട്, അത് നമ്മൾ അറിയണമെന്നില്ല, പത്രത്തിൽ നിന്നും വരണമെന്നില്ല, ചർച്ച നടത്തിക്കൊണ്ട് ഇതൊരു ഫോർമുല അണ്ടർഗ്രൗണ്ടിൽ രൂപീകരിച്ചിട്ടുണ്ടാവും. ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കും, അതായത് ഫലസ്തീൻ അനുകൂല നിലപാടെടുക്കും. പക്ഷേ അത് നടപ്പാകുന്നത് വരെ ഇസ്രയേൽ അല്പ ശാന്തത പാലിക്കണം, കാരണം ഞങ്ങൾക്ക് ഇതൊന്ന് നടത്തിയെടുക്കണമല്ലോ. ഇങ്ങനെ ഒരു 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 പ്ലാനിങ് അണ്ടർഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം സൈന്യത്തെ പിൻവലിച്ചതും ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ, അല്പം കൂടി വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞത്. അതായത് ഏതാണ്ട് ഗസ ഇവരുടെ കയ്യിൽ, ഇസ്രയേലിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരക്ക് കൂട്ടണ്ട, ഫലസ്തീന്റെ വിഷയങ്ങളെ സമാധാനപരമായി മറ്റു രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തീർത്തിട്ട് സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭാഗമായി ഈ ഗസ സ്ട്രിപ്പിനെ കിട്ടുമ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വേവോളം ക്ഷമിക്കാമെങ്കിൽ ആറോളം ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞ പോലെ ഒരു കാത്തിരിപ്പിന്റെ സമയമായിരിക്കാം ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രീത്തിങ് ടൈം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു ബ്രീത്തിങ് ടൈം ആയിക്കൂടായികയില്ല. എന്തു തന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നഷ്ടം സഹിച്ചുകൊണ്ട് പിന്മാറുന്ന പ്രശ്നം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇസ്രയേൽ പിന്മാറിയാൽ ഇസ്രയേലിനെ സംബന്ധിച്ചത് ആത്മഹത്യാപരമായിരിക്കുകയും ചെയ്യും. എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് ആത്മഹത്യാപരമാണ് എന്ന് പറയുന്നെങ്കിൽ പോലും ഗാസ പലസ്തീന്റെ ഭാഗമല്ല. പലസ്തീനെയാണ് ഇപ്പോൾ പലരും സ്വതന്ത്ര രാഷ്ട്രമായി ബ്രിട്ടൻ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ളത്. ഗാസ ഇപ്പോഴും പലസ്തീന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ ലോകത്തില് നമുക്കറിയാം, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു ഇപ്പോൾ വളരെ 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 മോശമായ ചില വിമർശനങ്ങൾ ഉൾപ്പെടെ നെതന്യാഹു നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനെല്ലാം ചരട് വലിക്കുന്നത് ട്രംപ് ആണ് എന്ന തരത്തിൽ വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് GCC രാജ്യങ്ങളെല്ലാം ഏകദേശം ട്രംപിന് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരായി കഴിഞ്ഞു. ഖത്തർ ആക്രമണത്തോടു കൂടി പലരും ആ രീതിയിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെ, ജോർദാൻ ഉൾപ്പെടെ, ഈജിപ്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ എടുക്കുന്ന തീരുമാനം, പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം, മിഡിൽ ഈസ്റ്റിനെ വിട്ടേക്കോ, പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം ട്രംപിനെയോ അല്ലെങ്കിൽ നെതന്യാഹുവിനെയോ ഒരു സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തീരുമാനം സമ്മർദ്ദത്തിലാക്കുകയല്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നെതന്യാഹു ഉൾപ്പെടെയുള്ള ആൾക്കാർ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുമായി നടത്തിയ ഒരു രഹസ്യ ധാരണയുടെ മറ നീക്കിയുള്ള വരവാണ് ഇതെന്ന്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിട്ടുനിൽക്കാൻ, അല്ലെങ്കിൽ ഇസ്രയേലിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്കോ പാശ്ചാത്യ രാജ്യങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇസ്രയേലിനോ സാധിക്കാത്ത വിധം ഇവർ പരസ്പര ബന്ധിതമാണ്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കയിലെ ഇസ്രായേൽ ലോബി എന്ന് പറഞ്ഞാൽ ജൂത ലോബി. ഈ ജൂത ലോബി എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല, കാനഡയിലുണ്ട്, അത് ആസ്ട്രേലിയയിൽ ഒരു ചെറിയ പരിധി വരെയുണ്ട്. ഈ പറയപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെയൊക്കെ ബിസിനസ് മേഖലയിൽ ശക്തമായ ലോബിയിങ് നടത്താൻ ജൂതന്മാർക്ക് സാധിക്കുന്നുണ്ട്, അതായത് ഇസ്രയേലിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇസ്രയേലിന്റെ താല്പര്യത്തെ അല്ലെങ്കിൽ ജൂതന്മാരുടെ താല്പര്യത്തെ മറികടക്കേണ്ട ആവശ്യമൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കില്ല.
ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട അല്ലെ ഇസ്രയേലിനെ തോൽപ്പിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അങ്ങനെ തോൽപ്പിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ. എന്നിട്ട് ഇസ്ലാമിസ്റ്റുകൾക്ക് ആധിപത്യം നേടിക്കൊടുത്താൽ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രയേൽ മാത്രമായിരിക്കില്ല. കാനഡയും അമേരിക്കയും ബ്രിട്ടനും അടക്കം ആസ്ട്രേലിയ അടക്കം ഉള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാതെ, നെതന്യാഹുവിനെ സംരക്ഷിക്കാതെയുള്ള ഒരു നിലപാട് പാശ്ചാത്യ ലോകത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒരു നിലപാട് വരികയാണെന്നിരിക്കട്ടെ, അത് ശരിക്കും ഇസ്ലാമിസ്റ്റുകൾക്ക്, ഭീകരവാദികൾക്ക് കീഴടങ്ങുന്നതായിരിക്കും. എന്തായാലും ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ പലസ്തീൻ അനുകൂലമായി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ആ നിലപാട് അവർ പെട്ടെന്ന് എടുത്തതല്ല. രഹസ്യമായ ഒരു ധാരണ നെതന്യാഹുവുമായും ട്രംപുമായും ഒക്കെ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കനേഡിയൻ പ്രസിഡന്റും ഓസ്ട്രേലിയൻ പ്രസിഡന്റും ഒക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ 10ഓളം രാജ്യങ്ങൾ ഈ ഒരു ധാരണയുടെ പുറത്താണ് പലസ്തീൻ അനുകൂലമായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഗാസ പലസ്തീന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് പോലും മറ്റാരും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുമില്ല. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുമില്ല. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.